നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മുടെ പാഷനെ അല്ലെങ്കിൽ സ്കില്ലിനെ എങ്ങനെയാണ് ഇൻകത്തിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ബാക്കി കാര്യങ്ങൾ പറയാം. ഓരോരുത്തരും നമ്മുടെ സ്കില്ലിൽ ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. ഓൾറെഡി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പുതുതായ ആളുകളുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വ്യക്തമായ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. ആദ്യം അത് നിങ്ങളൊന്ന് ആലോചിക്കാം. ഞാൻ എന്താണോ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത്. പലരും അവരുടെ നിഷ് എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണോ ചെയ്യാൻ പോകുന്നത് അത് ഫൈനലാക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് അത് കണ്ടെത്തിയിട്ടുണ്ടാവും, ചിലർ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. കണ്ടെത്തിയാലും ഇല്ലെങ്കിലും നല്ല ക്ലാരിറ്റി അതിൽ വരുത്താൻ കഴിയണം. ഞാൻ എൻ്റെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണ്. ഒരു പുകമറയിലായിരിക്കരുത്. എന്താ ഡ്രസ്സാണ് ചെയ്യുന്നത്, ഡ്രസ്സാണ് എന്നുള്ളതല്ല, ഡ്രസ്സിൽ എന്താണ് ചെയ്യുന്നത്. ജെൻസ് ആണോ ലേഡീസ് ആണോ? ലേഡീസ് ആണെങ്കിൽ അതിന് എന്താണ് ചെയ്യുന്നത്, അത് തന്നെ എത്ര എമൗണ്ട് വരുന്നതാണ്, ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി കഴിയണം. അപ്പം ഒരു മൈക്രോ നിഷിലേക്ക് പോകുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ക്ലാരിറ്റിയാണ്. സെക്കൻഡ് പോയിന്റ്, അതിന്റെ ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യണം. മാർക്കറ്റിൽ ഇതിന് സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാതെ കുറെ കാര്യങ്ങൾ ചെയ്ത് കാര്യമില്ല. മാർക്കറ്റിൽ അതിന്റെ സ്കോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. തേർഡ് വൺ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. നമ്മളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണോ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഒരു ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കൊടുക്കുക, അതിന്റെ പാക്കിംഗ് എങ്ങനെയായിരിക്കണം, അതിനെ മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ ആളുകൾ കണ്ടാൽ എങ്ങനെ അതിനെ അട്രാക്റ്റ് ആവണം എന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അതിൽ നന്നായിട്ട് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് നോക്കി അതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മാർക്കറ്റിംഗ് അടുത്ത പോയിന്റ്. അതിനെ മാർക്കറ്റ് ചെയ്യൽ നന്നായിട്ട് പഠിച്ച് ചെയ്യേണ്ടതാണ്. അവിടെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. മാർക്കറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നന്നായിട്ട് യൂസ് ചെയ്യണം. അതായത് റീൽസ് ഇട്ടുകൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ യൂസ് ചെയ്യാന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യാതെ കുറെ പ്രൊഡക്റ്റ് ആയിട്ട് വന്നുകൊണ്ട് കാര്യമില്ല. മാർക്കറ്റ് നന്നായിട്ട് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് പ്രൊഡക്റ്റ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ ആളുകളുണ്ട്. ഇപ്പം അനീഷ മേഡം ഉണ്ടല്ലോ അല്ലെ. അനീഷ മേഡം ഒക്കെ നന്നായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങി. ഞാൻ വീഡിയോ ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് പ്രൊഡക്റ്റ് എടുത്തു. പക്ഷെ വീഡിയോ ചെയ്ത് നമ്മളൊരു റൂട്ടിലാവാതെ പ്രൊഡക്റ്റ് എടുക്കാൻ പോയാൽ എന്താ പ്രശ്നം വെച്ചാൽ പ്രൊഡക്റ്റ് സെയിൽ ആവില്ല. അത് ഭയങ്കര പ്രയാസം നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു വില്ലിങ്ങിലേക്ക് നമ്മൾ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രൊഡക്റ്റിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ആക്കി അതിനകത്ത് കണ്ടന്റുകൾ കൊടുത്തു തുടങ്ങാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ഒരു സ്കില്ല് നമ്മൾ ആദ്യം പഠിക്കണം. കണ്ടന്റ് കൊടുക്കാനുള്ള സ്കില്ല് ആദ്യം പഠിക്കണം. ഓക്കെ, മാർക്കറ്റിംഗ് മാസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടന്റ് ക്രിയേഷൻ ആണ് ഞാൻ പറഞ്ഞത്. കണ്ടന്റ് ക്രിയേഷനിൽ നല്ലൊരു മാസ്റ്ററിയാണ്. പക്ഷേ AI ടൂൾസ് ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ChatGPT ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കണ്ടന്റ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരു കൊല്ലത്തേക്കുള്ളതിനെ മുൻകൂട്ടി വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. അതിനെ കൺസിസ്റ്റൻസ് ആയിട്ട് ചെയ്തു പോവുക എന്നുള്ളിടത്താണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ് ടൈം മാനേജ്മെന്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എത്ര ആൾ റിലേറ്റഡ് ആയിട്ട് അത് ചെയ്തു പോകുന്നത് ഓരോരുത്തരും മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ, പ്ലാറ്റ്ഫോം ഒപ്റ്റിമൈസേഷൻ. ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ത്രെഡ്, ലിങ്ക്ഡിൻ, ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ. ഇതിൽ എവിടേക്കാണ് കറക്റ്റ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ട് പോകേണ്ടത് എന്നുള്ളത് അത് സ്പെസിഫിക് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാവണം. അപ്പം സ്കില്ലിനെ ഇൻകമാക്കി മാറ്റണം. സീറോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കില്ലിനെ കണ്ടെത്തണം, ആ സ്കില്ലിനെ ഷാർപ്പൻ ചെയ്യണം, ആ സ്കില്ലിലെ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കണം, ക്ലാരിറ്റി വരുത്തണം. ക്ലാരിറ്റി ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ഇപ്പൊ ഒരു കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സിനെ നന്നായിട്ട് ഡിസൈൻ ചെയ്തെടുക്കണം. ആളുകൾ കേട്ടാൽ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കണം. എത്രത്തോളം നന്നായി ഡിസൈൻ ചെയ്യുന്ന അത്രത്തോളം മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് കൂടും. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എത്രത്തോളം നന്നായിട്ട് അതിനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന അത്രത്തോളം അതിന് ഡിമാൻഡ് കൂടും. മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. മാർക്കറ്റിങ്ങിൽ നന്നായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. വ്യത്യസ്തമായ ആശയങ്ങൾ വെച്ച് മാർക്കറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം. അത് ഓഫറുകളാവാം, ഡിസ്കൗണ്ട് കൊടുത്തിട്ടാവാം, നമുക്ക് നഷ്ടമുണ്ടാക്കിയിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. അതേപോലെ ആളുകൾക്ക് ഒരു അട്രാക്ഷൻ വരുത്താൻ വേണ്ടി നമ്മൾ ലൈവായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കി വെച്ചല്ലോ, സർവീസ് ഉള്ളതുകൊണ്ടോ മാത്രം ആളുകൾ വരില്ല. ആളുകൾ അങ്ങനെ നമ്മളെടുത്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിരന്തരം പല രീതിയിലുള്ള മാർക്കറ്റിംഗ് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ദെൻ കണ്ടന്റ് ക്രിയേഷൻ ആണ് നെക്സ്റ്റ്. നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ പ്ലാറ്റ്ഫോം ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. അത് കൊടുക്കണം. ഓക്കെ, ദെൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് സ്കില്ലുകളാണ് നെക്സ്റ്റ് പറയുന്നത്. നിർബന്ധമായിട്ടും
പഠിക്കേണ്ട കുറച്ച് സ്കില്ലുകൾ. ഏതൊക്കെ സ്കില്ലാണ് നോക്കും. ഫസ്റ്റ് വൺ പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് പൊസിഷനിങ് എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള റീസൺ എന്താ? മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള റീസൺ, കസ്റ്റമറുടെ എടുത്ത് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് കസ്റ്റമർ അറിയണമെങ്കിൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കയ്യിൽ ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ ഇന്ന സർവീസ് കൊടുക്കുന്ന ആളാണെന്ന് കസ്റ്റമറെ അറിയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ്. കസ്റ്റമർ അറിഞ്ഞാലേ ബിസിനസ് വരും. 1000 ആളുകളെ അറിയിച്ചാലായിരിക്കും ഒരു പക്ഷേ ഒരു 100 കസ്റ്റമർ അല്ലെങ്കിൽ 50 കസ്റ്റമർ നമുക്ക് വരാം. അപ്പൊ നമ്മൾ 10 ആളെ അറിയിച്ച് കസ്റ്റമർ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? 1000 ആളുകളേക്ക് അത് എത്തിക്കാൻ വേണ്ട പണി എന്താണ്? പണി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ചെയ്യുന്ന കാര്യങ്ങളെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ആളുകൾ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. ചില കണ്ടന്റുകൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് പോകും, അതോടുകൂടി നമ്മൾ റീച്ചിലേക്ക് വരും. അത്രേ ഉള്ളൂ. ഒരു സുപ്രഭാതം സംഭവിക്കുന്നതല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി, ആളുകൾ കണ്ടു തുടങ്ങിയെന്ന് മെറ്റ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം അറിയാതെ തന്നെ നമ്മുടെ പേജിനെ ഇങ്ങനെ അതേപോലത്തെ ആളുകളിലേക്ക് മെറ്റ പ്രൊമോട്ട് ചെയ്യും. മെറ്റ പ്രൊമോട്ട് ചെയ്താലാണ് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ആളുകൾ എത്തുക. അല്ലാതെ നമ്മൾ എത്ര ലിങ്ക് അവിടെ കൊടുത്താലും ഇവിടെ കൊടുത്താലൊന്നും എന്ത് ചെയ്യില്ല, കൂടുതൽ ആളുകളിലേക്ക് എത്തില്ല. അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നല്ല കണ്ടന്റ് കൊടുത്ത് ആളുകൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് മെറ്റ റോബോട്ടുകൾ ഐഡന്റിഫൈ ചെയ്താൽ റോബോട്ടുകൾ തന്നെ എന്ത് ചെയ്യും? അതേപോലത്തെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എങ്ങനെ കാണിച്ചുകൊണ്ടിരും. നമ്മളെ മുന്നിൽ നമ്മൾ അറിയാത്ത പല വീഡിയോ ഇങ്ങനെ പാസ് ചെയ്ത് പോകാറില്ലേ? എന്തുകൊണ്ടാ? നമ്മളെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് അത് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ്. അതേപോലെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടത് കാണിച്ചു കൊടുക്കും. അപ്പൊ നല്ല കണ്ടന്റ് ആണെങ്കിൽ അതിൽ സ്കിപ്പ് ചെയ്യില്ല. സ്കിപ്പ് ചെയ്യാതെ കണ്ടു തുടങ്ങിയാലോ നമ്മളെ ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ആ ഫോളോവും സബ്സ്ക്രൈബും വന്നു തുടങ്ങിയാൽ മെറ്റ മനസ്സിലാക്കും ഇത് ആളുകൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആണ്. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് അതങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയാണ് നമുക്ക് ഫോളോവേഴ്സിനെ കിട്ടുക. അതല്ലാതെ നമ്മൾ ഒരു പോസ്റ്റ് ചെയ്തു, ആ ലിങ്ക് എടുത്ത് കുറെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടു സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് 1-2 ആൾ അത് ചെയ്യണ്ട എന്നുള്ളതല്ല. പക്ഷെ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ആളുകൾ വരും എന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ് കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ ചില കണ്ടന്റുകൾ നന്നായിട്ട് ആളുകൾ ശ്രദ്ധിക്കൽ തുടങ്ങിയാൽ മെറ്റ ഓട്ടോമാറ്റിക് ദെൻ മാർക്കറ്റിംഗ് നന്നായിട്ട് അറിയണം, ഓഫർ ബിൽഡപ്പ് ചെയ്യാൻ അറിയണം. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1+1 അല്ലെങ്കിൽ 1 ഇങ്ങനെയൊക്കെ പല ഓഫേഴ്സിലാണ്. ഇങ്ങനെ ലൈവായിട്ട് നിൽക്കണം. സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. ലൈവ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ആളുകൾ ഒന്ന് ക്ലിക്ക് ചെയ്യും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമുക്ക് സക്സസ് ആവുന്നത്. സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. ദെൻ സെല്ലിങ്ങും ക്ലോസിങ്ങും പഠിക്കണം. സെല്ല് ചെയ്യാൻ പഠിക്കണം, ക്ലോസ് ചെയ്യാൻ. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരെ ക്ലോസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. സെല്ലിങ്ങും ക്ലോസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് അവരെ ക്ലോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രൊഡക്റ്റ് പരസ്യം കൊടുക്കാനൊക്കെ എളുപ്പം. അത് കണ്ട ഒരാൾ എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണ്ടേ? ആ കൺവിൻസിങ്ങിനാണ് ക്ലോസിംഗ് എന്ന് പറയാം. അവർ പേയ്മെന്റ് അടക്കണ്ടേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുവരെ എത്തിച്ചാൽ പോരാ, അവരെ കൊണ്ട് പേയ്മെന്റ് അടപ്പിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ ആവശ്യമാണ് ആ പ്രൊഡക്റ്റ് എന്ന് അവരെ തിരിച്ചറിയിപ്പിക്കാനും അത് ക്വാളിറ്റി ഉണ്ട്, ഇത് നിങ്ങളുടെ ആ ഒരു പെയിൻ പോയിന്റ് സ്യൂട്ട് ആവുമെന്ന് പറഞ്ഞ് അവരെ ക്ലോസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് പ്രീമിയം പ്രൈസ് ആണ്, പ്രീമിയം പ്രൈസ് പറഞ്ഞ് വാങ്ങിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് നമ്മുടെ ഒരു സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ജന്മന ഉണ്ടാവുന്ന ഒന്നുമല്ല. കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ, വന്ന കസ്റ്റമറെ നിലനിർത്തിക്കൊണ്ട് അവരെ വീണ്ടും അടുത്ത പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ, വീണ്ടും നമ്മളിൽ നിന്നും അവർ ത്രൂ നമുക്ക് കസ്റ്റമറെ വരുത്താൻ, ഇതൊക്കെ നമ്മുടെ കഴിവുകളാണ്. ഒരു കസ്റ്റമറിലേക്ക് വാങ്ങിയാണ് പറഞ്ഞയക്കലല്ല. ഒരു കസ്റ്റമർ വന്നാൽ അതല്ല ബിസിനസ്, ആ കസ്റ്റമറിലൂടെ വരാൻ പോകുന്നതാണ് ബിസിനസ്. അങ്ങനെ വേണം കാണാൻ. ഒരു കസ്റ്റമർ എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി പോയി എന്നുള്ളതല്ല, അയാൾ നമ്മുടെ ഒരു വലിയ അസറ്റായി മാറുകയും അയാൾ ത്രൂ കൂടുതൽ ബിസിനസ് കൊണ്ടുവരാനും കഴിയുമ്പോഴാണ് കസ്റ്റമർ റിറ്റെയിൻ എന്നുള്ള ആ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചു എന്ന് അർത്ഥം. അപ്പോൾ അത് പഠിക്കണം. ഒരു കസ്റ്റമർ വന്നാൽ അത് നമ്മുടെ ഒരു അസറ്റാക്കി മാറ്റാൻ കഴിയണം. ദെൻ ഒത്തിരി കസ്റ്റമേഴ്സിനെ വെച്ച് കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു കസ്റ്റമറുടെ ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാൻ, അതായത് വാട്സപ്പ് ഗ്രൂപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എന്ത് പ്രൊഡക്റ്റ് വന്നാലും ആദ്യം വാങ്ങിക്കുന്ന രീതിയിലേക്ക് ഒരു ഗ്രൂപ്പിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് നടക്കണം. അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും നടക്കണം. മസാല ദോശ വാങ്ങിയാൽ അതിന്റെ കൂടെ ഒരു വട തരുന്നത് നമ്മൾ ആരും ചോദിച്ചിട്ടല്ല, അത് അവരുടെ എന്താണ്, അതിന്റെ കൂടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കല. ഇതേപോലെ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് അയാളിലേക്ക് അടുത്ത പ്രൊഡക്റ്റ് വിൽക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിങ്ങൾ. ഇപ്പൊ ഡ്രസ്സ് തയ്ക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈലറിംഗ് വർക്ക് ചെയ്യുന്നവർ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലൗസ് തയ്ക്കാൻ തന്നാൽ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു സാധനം അഡീഷണൽ ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്യൂട്ട് ആയതുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെ സെല്ല് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ഇൻകം അതിലൂടെ ജനറേറ്റ് ചെയ്യും. അവര് ഇവിടെ ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ വേറൊരു കടയിൽ പോയി വാങ്ങിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ,
ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഫേഷ്യൽ ചെയ്ത് പോകുമ്പോൾ ഒരു ക്രീം എടുത്തിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഈ ക്രീം ഇട്ടാൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫേഷ്യൽ ചെയ്ത നാളാണ് ക്രീം തരുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ച് വിശ്വാസ്യത എന്തുണ്ടാവും അതിനോടുണ്ടാവും. അപ്പം അങ്ങനെ അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഫേഷ്യൽ ചെയ്തതിനേക്കാൾ ലാഭം ചിലപ്പോൾ ആ പ്രൊഡക്റ്റുമ്പോൾ നമുക്ക് കിട്ടും. അതൊരു അപ്സെല്ലിംഗ് ക്രോസ് സെല്ലിംഗ് ആണ്. ദെൻ കണ്ടിന്യൂസ് അപ്ഗ്രേഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് അപ്ഗ്രേഡിങ് എന്നുള്ളത് അതാണ്. എപ്പോഴും ഇതേപോലെ ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അങ്ങനെയുള്ള അപ്ഡേഷൻ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. AI ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ ഇവിടെ തന്നെ ജെമിനി ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് പിക്ചറൊക്കെ നല്ല ഭംഗിയിൽ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ജെമിനി ഉപയോഗിച്ച് നല്ല സ്റ്റാറ്റസും സ്റ്റോറി വെക്കുന്നതും അതിലൂടെ അവർക്ക് ഇൻകം വരുന്നതൊക്കെ അവർ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അപ്ഡേഷൻ കൊണ്ട് കിട്ടുന്ന കാര്യം. ജെമിനി വലിയ സംഭവമായിട്ടല്ല, അത്തരത്തിലുള്ള ഒത്തിരി അപ്ഡേഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ തയ്യാറാണ്. ജെമിനിയൊക്കെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ജെമിനി പഠിച്ച് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ അത് വെച്ച് നന്നായിട്ട് ബിൽഡപ്പ് ചെയ്തെടുത്ത് നല്ല ഭംഗിയുള്ളതാക്കി മാറ്റിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അറിയാത്തവരുടെ അതൊക്കെ പഠിക്കണം. ഞാനിവിടെ കാണിക്കാത്തത് എല്ലാവർക്കും അത് അറിയാമെന്ന് കരുതിയിട്ടാണ്. ജെമിനി പോലെയുള്ള AI ആപ്പ് വെച്ച്, ജെമിനി ഒരു എക്സാമ്പിൾ മാത്രമാണ്, ധാരാളം AI ആപ്പുകൾ ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ജെമിനി. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ, നമ്മുടെ സർവീസ് എന്താണോ, അതിനൊക്കെ നന്നായിട്ട് നമുക്ക് AI ആപ്പ് വെച്ച് സെക്കൻഡുകൾക്കകം നമുക്ക് ഏറ്റവും മനോഹരമാക്കിയിട്ട് അതിനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആളുകൾ അട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ പ്രാക്ടീസ് ചെയ്യാത്ത ആൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം അത്തരം കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് സ്കിൽ അപ്ഡേഷന്റെ ഇമ്പോർട്ടന്റ്. അവൈലബിൾ ആയ ടൂൾസുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് താഴോട്ട് പോകും. പുതിയ ജനറേഷൻ്റെ ഒപ്പം ഓടാൻ നമുക്ക് കഴിയില്ല. അപ്പം അപ്ഡേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഓരോ പുതിയ നോളജ് നമ്മൾ വാങ്ങണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു 1 lakh ഇൻകം മന്ത്ലി പോസിബിൾ ആക്കുക എന്നൊരു ലക്ഷ്യം എല്ലാവരും നിർണ്ണയിക്കണം. ഇപ്പൊ നമുക്ക് അതൊരു സ്വപ്നമായിട്ട് പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കഴിയും. അത് കഴിയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് 500 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് 100 ആള് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര പൈസയായി? 50,000 രൂപയായില്ലേ? അപ്പം അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ കോഴ്സ് വാല്യൂ ഉള്ളതാണെന്ന് കരുതുക. നമ്മൾ സെല് ചെയ്യാൻ പോകുന്ന സർവീസ് വാല്യൂ ഉള്ളതെന്ന് കരുതുക. അത് ഈ ഒരു സോഷ്യൽ മീഡിയ റൂട്ടിലൊക്കെ സെല് ചെയ്യാൻ പോയാൽ ഈ വലിയൊരു കടലിനുള്ളിലേക്ക് ഒരു ചെറിയ സാധനം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അവിടുന്ന് ഒരു 1000 ആള് അല്ലെങ്കിൽ 100 ആള് നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങാൻ കിട്ടുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമേ അല്ല. ഇറ്റ്സ് വെരി ഈസി. ദിവസം 1 കോടി അച്ചീവ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകളുണ്ട്. ഒരു ദിവസം 1 കോടി അച്ചീവ് ചെയ്യുന്ന ആളുകൾ ചിന്തിച്ചാൽ മതി. അതായത് അവരുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ഒക്കെയാണ്. 2 ലക്ഷം വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ഒരു 100 ആൾക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ പൈസ എത്രയായി? അങ്ങനെ ടാർഗറ്റ് വെച്ച് സെല് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഒരു വേൾഡിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാല്യൂ ഉള്ളതാണെങ്കിൽ മിനിമം ഒരു 1 lakh ഒരു മാസം ഏൺ ചെയ്യുക എന്നുള്ളത് വിദൂരത്തല്ല. പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ടൈം ബ്ലോക്ക് ചെയ്ത് ചെയ്യാൻ എല്ലാവരും തയ്യാറാണെങ്കിൽ അതിനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ സമയം ക്ലിയറാക്കി നാളെ ആവട്ടെ മറ്റന്നാളെ പോസ്റ്റ്പോൺ ചെയ്ത് പ്രോസ്കാസ്റ്റേഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രയാസമാണ്. അത് മാറ്റം വരുത്തി കൂടെ നിന്ന് പഠിച്ച് ചെയ്യാൻ തയ്യാറാവണം. ഒരു മെന്ററിങ്ങിന്റെ കീഴിലൊക്കെ നിന്ന് നിരന്തരം ആ ഒരു പ്രാക്ടീസിലൂടെ ചെയ്തു പോകുമ്പോൾ അത് റിസൾട്ട് ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പം ബിസ്ലൈഫ് ചെയ്യുന്നത് 90 days എന്നുള്ള ട്രാൻസ്ഫോം പ്രോഗ്രാം ആണ്. അറിയുന്ന ആളുകളുടെ, അറിയാത്ത ആളിന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ഒരു 3 മാസത്തെ പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സിൽവർ മെമ്പർഷിപ്പിന്റെ കേസാണ് പറയുന്നത്. അതല്ലാതെ തന്നെ നമ്മൾ L0 എന്നുള്ള ബേസിക് മെമ്പേഴ്സ് ഉണ്ട്. ജസ്റ്റ് 499 ചെയ്യുന്ന അവർ ഇതുപോലുള്ള കോമൺ ക്ലാസ്സുകളും ഒരു 10 days കാര്യങ്ങൾ അതിനകത്തുള്ളൂ. അതേ സമയത്ത് 3 മാസത്തെ പ്ലാനിലേക്ക് മാറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ മെന്ററിംഗ് ആണ് അതിനകത്ത് നടക്കുന്നത്. അവിടെ കറക്റ്റായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്കില്ലിനെ കണ്ടെത്തി അതിനെ ട്രാൻസ്ഫോം ചെയ്തെടുത്ത് നമ്മളുടെ ഒരു ഇൻകം ആക്കി മാറ്റുന്ന, ഒത്തിരി ലക്ഷങ്ങളൊന്നും മുടക്കാതെ തന്നെ നമുക്ക് ഇൻകം ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിലേക്കാണ് അവിടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെ ഈ ഒരു 3 മാസത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് വരാൻ വേണ്ടി കഴിയും. ഈ 3 മാസത്തെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ക്ലാരിറ്റി, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വ്യക്തമായ ക്ലാരിറ്റി നമുക്ക് വരുത്താൻ വേണ്ടി കഴിയും. നമ്മൾ ആ ഡൗട്ട്സ് ഒക്കെ മാറിയിട്ട് കൂടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണത്? ക്ലാരിറ്റി വരുത്താണ് ചെയ്യുന്നത്. ദെൻ സ്കില്ല് ട്രാൻസ്ഫോർമേഷൻ ആണ് രണ്ടാമത്തെ കാര്യം. നമ്മുടെ സ്കില്ലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം എന്തിലാണോ നമ്മൾ നിൽക്കുന്നത് അതിനെ അടുത്തൊരു ലെവലിലേക്ക് മാറ്റിയിട്ട് അതിലൂടെ എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കും.
കറക്റ്റായിട്ട് ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി കഴിയും. ദെൻ ഇൻകം സിസ്റ്റം, നമ്മുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കില്ലിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നമ്മൾ പഠിക്കും. അതുപോലെ കോൺഫിഡൻസ് ലെവൽ മാറും. 100% നമ്മൾ എന്തിലായപ്പം ഇപ്പം തന്നെ നമ്മുടെ ഇതിനകത്ത് സീറോ കോൺഫിഡൻസിൽ വന്ന ആളുകൾ എനിക്ക് സക്സസ് ആവാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് വന്നിട്ട് ബാക്കിയൊന്നും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു ഉറച്ച കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് മാറണം. ദെൻ ഡിജിറ്റൽ പ്രസൻസിലേക്ക് എല്ലാവരും വരുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആക്റ്റീവ് ആവും എല്ലാവരുടെയും. ഇനിയും ആരെങ്കിലും ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ട് അത് ആക്റ്റീവ് ആക്കണം. നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേപോലെ കണ്ടന്റ് സിസ്റ്റം നന്നായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കണ്ടന്റ് കൊടുത്തു തുടങ്ങും. അതിനനുസരിച്ച് മാറ്റം നമുക്ക് വരും. അപ്പം ഓൺലൈനിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതിനൊക്കെ യൂട്യൂബ്, ഇവിടെയൊക്കെ നമ്മൾ ഡിജിറ്റൽ പ്രസൻസ് ഇതുവരെ ഇല്ലാത്തതാണ് നമുക്ക് ആ പ്രസൻസ്. നമ്മൾ ആ പ്രസൻസിനെ പറ്റി ചിന്തിക്കാനും അതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായി മാറും? ബിസിനസ് മൈൻഡ് സെറ്റ് ആയിട്ട് മാറും. 90 ഡേയ്സ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു 3 മാസം എന്നുള്ളത് കറക്റ്റ് ഡയറക്ഷൻ തന്നുകൊണ്ട് അതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് മാറും, നമ്മുടെ ഇൻകം ലെവല് വേറെ ലെവലിലേക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു ഡയറക്ഷനിലൂടെ പോകുന്ന ഒരു സിസ്റ്റമാണ് ഈ 90 ഡേയ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി 0 അല്ലെങ്കിൽ 499 നിൽക്കുന്ന ആളുകൾക്ക് അതിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഒരു 3 മാസത്തെ പ്രോഗ്രാമിലേക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് അതിനകത്ത് കിട്ടുക എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പം പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, ആദ്യത്തെ ലിങ്ക് കട്ടായി പോയി. ഒത്തിരി ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് വീണ്ടും റീജോയിൻ ചെയ്തിട്ടില്ല. അറൗണ്ട് ഒരു പകുതി ആളുകൾ വരെ റീജോയിൻ ചെയ്തിട്ടുള്ളൂ. എനിവേ ഡോണ്ട് വറി, കയറിയ ആളുകൾക്ക് അതിനുള്ളത് കിട്ടിയിട്ടുണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് കുറഞ്ഞ സമയത്തിനകത്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ആരും മൈക്ക് തുറന്നിട്ട് സംസാരിക്കാം. മൈക്ക് ഓപ്പൺ ചെയ്യാം, ആർക്കും ഓപ്പൺ ചെയ്യാം, ലോക്ക് ചെയ്തിട്ടില്ല. ആർക്കും വേണം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ ഇതിന്റെ ഫീഡ്ബാക്കുകൾ പറയാം. നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സ്റ്റാറ്റസ് പറയാം. പറയൂ, ആരാണ് സംസാരിക്കാം? രാജീവ് സാർ എന്തെങ്കിലും പറയുന്നോ? ഹലോ, സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, പറയൂ. കേൾക്കാം. അപ്പൊ സാറ് ഇന്നത്തെ ക്ലാസ് പിന്നെ നല്ല ക്ലാസ് ആണെന്ന് മോശമില്ല, പക്ഷെ നമ്മളെ ഈ കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. അതാണ് തീർച്ചയായിട്ടും ഏറ്റവും വലിയ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു. അവിടെ തന്നെ വെളിച്ചത്തിന്റെ പ്രശ്നം ശ്രദ്ധിച്ചില്ലേ? ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ അടിയിൽ തന്നെ ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചില്ലേ? അതെ അതെ, ഞാൻ കണ്ടിരുന്നു. അന്ന് മാറ്റിയിട്ട് നിങ്ങൾ അന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ ആ എഡിറ്റ് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പൊ നമുക്ക് കറക്റ്റ് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഒരു 2 ദിവസം ലേറ്റ് ആക്കരുത്. എളുപ്പം സംഭവിക്കുന്ന അതാണ്. കാര്യം ചെയ്താൽ പിന്നെ 1-2 ദിവസം ലാഗ് ആയതിനു ശേഷമാണ് പിന്നെ വരുന്നത്. അല്ല, അത് ഇനിയിപ്പോ കുറച്ച് 3-4 പ്രാവശ്യം കൂടി പിന്നെ എടുത്തിട്ട് നോക്കാം അല്ലേ? വീഡിയോ ഒന്ന് ക്ലിയർ ആവണ്ട. ചെയ്ത വീഡിയോക്ക് ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞില്ല, അത് മാത്രം ഒന്ന് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്താൽ മതി അല്ലേ? ഡിലേ ആക്കരുത്. അതൊരു ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് ചെയ്യാം. അപ്പൊ ഒരു കണ്ടിന്യൂറ്റി കിട്ടും നമുക്ക്. അത് ചെയ്തിട്ട് കിട്ടുകയാണ്. ഓക്കെ, കൺസിസ്റ്റൻസി കൊണ്ടുവന്നാൽ മതി ചെയ്യുന്ന കാര്യത്തിൽ, ഓട്ടോമാറ്റിക്കലി റിസൾട്ട് ആവും. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ അനീഷ മേഡം ഉണ്ടോ? ഇവിടെ അനീഷ മേഡം പോയോ? അനീഷ മേഡം കേൾക്കുന്നോ? ഈ അനീഷ മേഡം ഇതേപോലെ എന്താ പറയാ, വീഡിയോ എത്ര പെട്ടെന്നാണെന്ന് അറിയോ? കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? നിങ്ങൾ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ എത്ര തവണ റീടേക്ക് എടുത്തിട്ടാ ചെയ്തെന്നുള്ളത്? ഫസ്റ്റ് പറഞ്ഞോളൂ. ഞാന് ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ 10-15 തവണ, ചിലപ്പോ ഒരു തവണ 30 തവണ ഒക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് ചെയ്യും. കാരണം കുറെ മിസ്റ്റേക്ക് ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് തന്നെ, യൂട്യൂബിൽ ഇതിലൊക്കെ ഇടുന്നത് തന്നെ. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും കാണാൻ ചിലതൊക്കെ അവിടെ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതാക്കിയിട്ടൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. നമ്മള് ഫസ്റ്റ് തന്നെ വീഡിയോ ചെയ്യുമ്പോ നമ്മളത് ശരിയാവണം എന്നില്ല, ഒരിക്കലും ശരിയാവില്ല. കാരണം കൊറേ ട്രൈ ചെയ്തതിന്റെ ശേഷമാണ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അങ്ങനെ ഞാൻ ഡെയിലി വീഡിയോ ഇടാറുണ്ട്.
വെരി ഗുഡ്. ഓക്കെ. ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. ഇവിടെ രാജീവ് സാർ ഒക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കൂടുതൽ തവണ ചെയ്ത് നോക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. ഇപ്പം കണ്ടോ, എന്റെ ഒരു ഔട്ട് കിട്ടാൻ വേണ്ടി 30 തവണയൊക്കെ ചെയ്യുന്നു പറയുന്നത്. നമ്മള് ഡെയിലി വീഡിയോ ഇടുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഇത് കാണുന്നുണ്ട്. ഡെയിലി സബ്സ്ക്രൈബ്സ് കൂടുന്നുണ്ട്. നമുക്കെന്നൊരു ഇത് കിട്ടുന്നുണ്ട്. ഡെയിലി വീഡിയോ ഇടുമ്പോ അത് നമുക്കെന്നെ മനസ്സിലാവും. ഡെയിലി വീഡിയോ ഇടുമ്പോ ഒന്നെങ്കിലും ഒരു സബ്സ്ക്രൈബെങ്കിലും കൂടാണ്ടിരിക്കുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. എത്ര നേരം വൈകിട്ടാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോണുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെയാണ് ആവശ്യം. കൺസിസ്റ്റൻസിയിൽ പോയിക്കോളും. ഞാൻ പറഞ്ഞില്ല, 3 മാസം സമയത്തിനകത്ത് എന്തൊരു ഡിഫറൻസ്. നിങ്ങൾ ധൃതി കൂട്ടരുത്. അത് മാത്രമേ നിങ്ങളടുത്ത് പറയേണ്ട കേസുള്ളൂ. പെട്ടെന്ന് റിസൾട്ട് ആവണം എന്നുള്ളത് ആരും ചെയ്യരുത്. ഇതിലുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നല്ല ധൃതി ഉണ്ട്. ധൃതി വെച്ചാ എനിക്ക് വേഗം ഒരു ഇതിലെത്തണം എന്നുള്ള ഒരു ഇതാണ്. കാരണം ഇത്രയും പരാജയങ്ങളിൽ നിന്ന് വന്ന കാരണമാണ് എനിക്ക് ആ ഒരു ഇത് ഉള്ളത്. ആ ഒരു ഇതെന്നെ ഉള്ളു. പിന്നെ സാറിനായിട്ട് ഇപ്പൊ കണ്ടിന്യൂ സംസാരിക്കണ കാരണമാണ്. സാറ് 2 ദിവസം 3 ദിവസം സംസാരിക്കാണ്ടിരുന്നാൽ ആ ടച്ച് വിടാണ്. അതാണ് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് ഇനിയിപ്പോ ഞാനൊരു ഇതിൽ എത്തണ വരെ സാറിന്റെ ഒരു സപ്പോർട്ട് വേണം. അതല്ലെങ്കിൽ ഞാൻ വേറൊരു മൈൻഡിലേക്ക് മാറുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പരസ്യം ചെയ്യണതിൽക്കും മറ്റുള്ള വീണ്ടും ഞാൻ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ ആരെങ്കിലും പറഞ്ഞു തരാനും ചെയ്യാനും ഉണ്ടാവുമ്പോ നമ്മൾക്കൊരു ഇതാണ്. തീർച്ചയായിട്ടും ഞാൻ കൂടെ സാർ തന്നെയുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യാത്ത പ്രശ്നമേ ഉള്ളൂ. 2 ദിവസമായിട്ട് തിരക്കായിന്നാണ്. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് നിങ്ങളെ സമയത്ത് കണ്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഓക്കെ. താങ്ക് യു, താങ്ക് യു മാഡം. അപ്പം രാജീവ് സാർ കേട്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആവും. സ്ഥിരമായിട്ട് നിങ്ങൾ എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് ആ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് പറഞ്ഞിട്ട് കറക്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സ്റ്റൈലിലേക്ക് വരാം. ഓക്കെ. അപ്പം അതിൽ പറയുന്ന ഞാൻ നിങ്ങൾ എന്തായാലും ഞാൻ വീഡിയോ കണ്ടാൽ അപ്പൊ തന്നെ ഞാനത് കണ്ടിട്ട് റീപ്ലൈ തരാറുണ്ട്. ആ പറയുന്നതിൽ പിന്നെ എന്താണ് മിസ്റ്റേക്ക് അത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ ആണ്. അതേപോലെ കൂടുതൽ ഞാന് ജിമിനിയുടെ അടുത്താണ് ചോദിക്കുക. എന്തെങ്കിലും ഒരു ഇങ്ങനെ ഷോർട്ട് വീഡിയോ ചെയ്യാനാണ്, ഇതിനെ കുറിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു ബെറ്റർ. അപ്പൊ അവരുടേതായ ഏടേതായിട്ടുള്ള ഒരു ഇതാണ് തരാം നമുക്ക്. പക്ഷെ അത് നമുക്ക് അത് കാണാപാഠം പഠിച്ചിട്ട് നമുക്ക് പറയുമ്പോ ഒരു ഇതല്ല. അപ്പൊ നമ്മൾ നമ്മുടേതായ ഭാഷയിൽ അത് ഉണ്ടാക്കും. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2-3 തവണ ആവർത്തിച്ചിട്ട് ഞാനത് വായിക്കും. വായിച്ചതിന്റെ ശേഷം എന്റെ ഭാഷയിലേക്കാക്കിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വെരി ഗുഡ് എക്സ്പീരിയൻസ്. വളരെ കുറഞ്ഞ ദിവസം, ഒരു 10-15 ദിവസത്തിനകത്താണ് ഈ അനീഷ മേഡം വളരെ പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് വോയിസ് ഓവറിൽ ചെയ്യാനും സ്വന്തം വീഡിയോ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അവരുടെ എഫേർട്ടാണ് കേട്ടോ, ഒരു സംശയമില്ല. അവർ പെട്ടെന്ന് സക്സസ് ആവണം എന്നുള്ളൊരു എഫേർട്ട്. അപ്പം ഞാനിങ്ങനെ തളർത്തിയിട്ടാണ്, ആയിട്ടില്ല, വെയിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പം അതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ അങ്ങനെ അവരുടെ ലിങ്ക് ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമുക്കൊക്കെ അത് കാണാൻ പറ്റും. അവർ ആ ഒരു കണ്ടിന്യൂഷൻ ഈ 3 മാസം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് നോക്കിക്കോളൂ. പെട്ടെന്ന് അവർ ഡ്രസ് ബിസിനസ്സിലേക്കാണ് പോകുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് 100% കോൺഫിഡൻസ് ആണ് അവർ 3 മാസം കഴിയുമ്പോഴേക്കും നല്ല രീതിയിലേക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് എന്റർപ്രണർ, വുമൺ എന്റർപ്രണർ ആയിട്ട് മാറുമെന്നുള്ളത്. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരത് റിസർച്ച് ചെയ്യുന്നു. സ്കില്ലിൽ കൂടുതൽ ഡ്രസ് റിലേറ്റഡ് ആയ അവയർനെസ് വീഡിയോസ് ഒക്കെ അവർ ചെയ്യുന്നു. ഡ്രസ് എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ. അപ്പൊ കണ്ടന്റുകൾ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് കൂടിയിട്ട്. പക്ഷെ അവരതിൽ സമയം കൊടുക്കാനും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവർ താല്പര്യപ്പെടുന്നുണ്ട്. കേൾക്കുക മാത്രമല്ല, കൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് അതിലെ ഇമ്പോർട്ടൻസ്. നമ്മളും അതിലേക്ക് തന്നെയാണ് വരേണ്ടത്. അറിയില്ല എന്ന് പറഞ്ഞ് മാറിക്കുന്നതിനപ്പുറത്തേക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് പറയാം. രാജു സാർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഓക്കെ, റിസൾട്ട് ആവും തീർച്ചയായിട്ടും. ഓക്കെ, ജയശ്രീ മാഡം എന്താ പറയുന്നോ? ജയ ഇല്ല മാഡം സാറേ, ഞാനൊന്ന് ഇത് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാൻ പോവായിരുന്നു. പറയൂ. വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാൻ പോവായിരുന്നേ. ഇവിടെ ശരം തിരക്കില്ല. വർക്കിലാണോ? ഒന്നും പറയാനില്ല ഇന്ന്. എന്റെ ഇന്ന് ഒത്തിരി പാളിച്ചു വന്നില്ല ഈ ആഴ്ച. കണ്ടില്ലാലോ എന്തോ ക്ലാസ്സിലൊന്നും. ഈ ആഴ്ച ഭയങ്കര തിരക്കായിപ്പോയി. വിളിക്കാനൊന്നും പറ്റിയില്ല. വർക്ക് തന്നെയാണോ? പക്ഷെ കൊറേയൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ എന്റെ കയ്യിലൊക്കെ പാളിച്ചുകൊണ്ട് കുറച്ച്
ഡിലേ ആയിട്ടുണ്ട് കുറെ ഡെലിവറി കാര്യങ്ങൾ. വരുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി, അതിനനുസരിച്ച് മാറ്റം വരും. ടൈമിന് ആ ശരിയാക്കി യൂസ് ചെയ്യാൻ ആ പറ്റും വർക്കിംഗ് ചെയ്തിട്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നല്ലോ. ആ, ശരി, ആ. ശരി സാറേ. ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ? ഹലോ സർ, പറയൂ പറയൂ. ശിവാനി, ഞാൻ ശിവാനി. പറയൂ ആ, മനസ്സിലായി, പറഞ്ഞോളൂ. സർ, ആ എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. AI വീഡിയോ മേക്കിംഗ് ആണ് ഞാൻ എടുത്ത കോഴ്സ്. ഓക്കെ, പക്ഷെ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ്, അതായത് ഈ ഓൺലൈനിൽ ഒരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനോട് അങ്ങനെ ശ്രദ്ധ കൊടുക്കാതെ നടന്ന ഒരാളായിരുന്നു. ഓക്കെ, അപ്പോ ട്രഡീഷണൽ ബിസിനസ് ചെയ്തിരുന്നു. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തിട്ട് ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ട് തകർന്നു ഇരിക്കുന്നെടുക്കെന്നാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുന്നതും പുതിയ നൂതനമായ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് സാറിനെ കണക്ട് ചെയ്തതും. എനിക്ക് ഈ കോഴ്സ് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാനൊരു സ്വന്തമായ യൂട്യൂബ് ചാനൽ ചെയ്തു. അതില് ഒരുപാട് ബൂമൊന്നും ഉണ്ടായില്ലെങ്കിലും അതൊരു പ്രോഗ്രസ് പാത്തിലാണ് ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിജയം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പൊ വന്നു. അതിപ്പോ എല്ലാരെയും, എൻ്റെ കൂടെയുള്ള ആളുകളെ ഒക്കെ എനിക്കത് വിശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഓൺലൈൻ മാധ്യമത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. സ്വയം മുന്നേറാനുള്ള ഒരു എന്താ പറയാ, ആ തകർന്നിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സമയക്കുറവാണ് ഒരു വലിയ പ്രശ്നം. പക്ഷെ അത് നമ്മൾ തന്നെ അതിനെ അതിജീവിക്കണം. അല്ലാതെ നമുക്ക് ഇപ്പൊ സാറിന് ക്ലാസ് എടുത്തു തരാനും മാർഗനിർദ്ദേശങ്ങൾ തരാനും മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടേതായ സമയം നമ്മൾ തന്നെ കണ്ടെത്തി മുന്നേറാൻ നമ്മൾ തയ്യാറായാലേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വളരെയധികം സമയക്കുറവ് ഞാനും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാടിൽ പെട്ടെന്നൊരു മാറ്റം വന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ട് ഇപ്പൊ. താങ്ക് യു മാഡം. വളരെ ശരി സാർ. നല്ല വേർഡുകൾ, എല്ലാവരും മോട്ടീവ് ചെയ്യുന്ന വേർഡുകളാണ് മാഡത്തിന്റെ. നല്ല വേർഡുകൾ, വളരെ വളരെ സന്തോഷം. ജോയിൻ ചെയ്തതിൽ വളരെ ഹാപ്പിയാണ്. മാഡം പറഞ്ഞത് AI കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ തന്നെ AI റിലേറ്റഡ് ആയ കോഴ്സുകളുണ്ട്. ആ കോഴ്സിന്റെ റിലേറ്റഡ് ആയ കാര്യങ്ങൾ മാഡം പറഞ്ഞ്. മാഡം എന്റർപ്രണർ ആണ്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. അപ്പം ഇതൊക്കെ പാഠങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും പാഠങ്ങളാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് മാഡം പറഞ്ഞ വേർഡുകൾ ഉണ്ടല്ലോ, അതിനൊരു മീനിങ്. ശരിക്കും പ്രതീക്ഷകൾ വന്നു. പ്രതീക്ഷ തന്നെയാണ് ജീവിതം. നമ്മൾ തളരുക എന്നുള്ളതല്ല. മുൻപ് കടന്നു പോയ കാര്യങ്ങൾ, പാഠങ്ങൾ പഠിച്ച് പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവസരങ്ങൾ മുന്നിൽ തുറന്നു വരും എന്നുള്ളത് തന്നെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഓക്കെ. വേറെ ആരെങ്കിലും സംസാരിക്കും? നമുക്ക് അവസാനിപ്പിക്കാം. 9 മണി കഴിഞ്ഞു, 9:10 തുടങ്ങി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കേണ്ടത് എന്തെങ്കിലും ചോദിക്കാം. വിനോദ് ജി എന്തെങ്കിലും സംസാരിക്കുന്നോ? നൗഫൽ, വിവോ എന്നുള്ള പുതിയ ആളാണ്. പറയൂ. ആരാ ഓപ്പൺ ചെയ്തേ? കേൾക്കാം, പറഞ്ഞു. ഞാൻ അതിന്റെ വർക്കിലല്ലത്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടാണ്. പറ്റിയിട്ടില്ല. അല്ല, അത് ഞാൻ ഒന്ന് ചെയ്തിട്ട് അത് ശരിയായ റിസൾട്ട് കിട്ടിയില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാർ പറഞ്ഞല്ലോ. പേപ്പർ വർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് നമുക്കൊന്ന് സൂമിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ക്ലാരിറ്റി വരുത്താം. നാളെ ഏട്ടൻ ഫ്രീ ഉണ്ടോ? സാർ, നാളെ എനിക്കൊന്ന് മെസ്സേജ് അയക്കാവോ? നാളെ ഞാനും ഫ്രീ ആണ്. നാളെ വേറെ ഞാൻ ഓഫീസിൽ ഉണ്ടാവും, പുറത്തൊന്നും പോകുന്നില്ല. ഞാൻ കുറച്ച് സമയം തരാം. വേറെ എൻഗേജ് ഉണ്ട്. നിങ്ങളൊന്ന് മുൻകൂട്ടി മെസ്സേജ് അയച്ചാൽ ഞാൻ ഏതെങ്കിലും ഒരു കുറച്ച് സമയം ഞാൻ ലിങ്ക് തരാം. ഓക്കെ, ക്ലാരിറ്റി. ശരി, താങ്ക് യു. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു. എനിവേ വളരെ സന്തോഷം. ആർക്കെങ്കിലും ഒക്കെ സിൽവർ മെമ്പർഷിപ്പിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ പേഴ്സണലി മെസ്സേജ് അയക്കാം. എല്ലാവരും ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഇതുപോലുള്ള സെഷനുകൾ പങ്കെടുക്കാം. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ മാക്സിമം സമയം കൊടുക്കുക. ഇനിയുള്ള കാലം സ്കില്ലാണ്, മറ്റുള്ള ഒന്നുമല്ല.
ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ചാണ് അവരുടെ ഇൻകം തീരുമാനിക്കുക. അതുകൊണ്ട് എന്തിലാണോ നമ്മുടെ സ്കില്ല്, ആ സ്കില്ലിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ തയ്യാറാവുക എല്ലാവരും. അതേപോലെ സോഷ്യൽ മീഡിയ സ്കിൽ എല്ലാവരും ഡെവലപ്പ് ചെയ്യുക. ഒരു വീഡിയോ എടുക്കാനും അതിനെ എഡിറ്റ് ചെയ്യാനും ഒക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ കാലം അത് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിത്തരും. അത് മനസ്സിലാക്കുക. അവിടെ ഇനി ആരും അതിനൊരു തമാശയായിട്ട് കാണരുത്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും അത് ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറാവണം. എനിവേ, വളരെ സന്തോഷം ജോയിൻ ചെയ്തതിൽ. വീണ്ടും കാണാം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഹാപ്പി. ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.